നമ്മൾ ശരിയല്ല എന്ന് മറ്റുള്ളവർ പറയുന്ന ഭാഗം ശ്രദ്ധിച്ചു നോക്കുക. അവർക്ക് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ മദ്യപിക്കണവനായാലും മയക്കുമരുന്ന് ഉപയോഗിക്കണമെങ്കിൽ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും പള്ളിയിൽ പോവാത്തവനാണെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രവൃത്തിയിൽ തുടരാൻ വേണ്ടിയിട്ടും ഇനി തുടരുന്ന ഭാഗത്ത് നിങ്ങളത് എത്രത്തോളം ഒളിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ മറ്റൊരു മോഡുലേഷനാണ് നിങ്ങൾ ശരിയല്ല എന്ന് പറയുന്നത്. ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്ന് എപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ഭാഗം, അവിടെയാണ് നിങ്ങളുടെ ശരികൾ തുടങ്ങുന്നത്. കാരണം ഇവർ ശരിയല്ല എന്ന് പറയുന്നത് മുഴുവൻ നിങ്ങളെ ഉപയോഗിക്കാനാണ് എന്നുള്ള ആ തിരിച്ചറിവ് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിയുന്നത്, അവിടെ തൊട്ട് നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെയും ആവശ്യം വരില്ല. കാരണം നമ്മുടെ ശരിയിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പം ആ ശരി ഒരിക്കലും തെറ്റാവണില്ല, ആ ശരി ഒരിക്കലും അവസാനിക്കണില്ല. അപ്പോൾ എന്നും നമുക്ക് നമ്മളെ കൂടെ നിൽക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പോൾ ശരിയല്ല എന്ന് മറ്റുള്ളവർ പറയുമ്പം ശരിയല്ലാത്ത ഭാഗം നമ്മളിലുള്ളത് കൊണ്ടാണ് അവരുടെ ശരിയല്ല എന്നുള്ള പറച്ചിൽ നമ്മളെയും ബാധിക്കുന്നത്. മറിച്ച് നമ്മൾ നമ്മുടെ ശരിയായിട്ടാണ് കണക്റ്റ് ആവണതെങ്കിൽ നമ്മൾ ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരടുത്തുനിന്ന് നമ്മളെ ഈ പ്രപഞ്ചം തന്നെ പതുക്കെ മാറ്റി നിർത്തും. അതെത്ര പഴക്കവും എത്ര അടുപ്പമുണ്ടെന്ന് നമ്മുടെ ചിന്തയിലുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് എ പുഷ്, മനസ്സിലായോ? കാരണം സത്യത്തിൻ്റെ പവർ അങ്ങനെയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ശക്തിയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങളെന്നും നമ്മൾ തിരിച്ചറിയും. പിന്നീട് അങ്ങോട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടതാവും. അവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്.